വയനാട് ലക്കിടിയിൽ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് പി ജലീലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് സുരക്ഷയോടെയാണ് മലപ്പുറത്തെ പാണ്ടിക്കാട്ടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയത്. അതേസമയം പോലീസാണ് മാവോയിസ്റ്റിന് നേരെ ആദ്യം വെടിവെച്ചതെന്ന് റിസോർട്ട് മാനേജർ രഞ്ജിത്ത് വ്യക്തമാക്കി. നേരത്തെ ചില മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ നൽകിയത് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ടാണെന്നും മാനേജർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് പോലീസ് വന്നതിന് ശേഷമാണ് വെടിവെപ്പ് ഉണ്ടായത് എന്നാണ്. അല്ലാണ്ട് പോലീസ് ആണ് ആദ്യം വെടിവെച്ചതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല, ഞാനത് ഉദ്ദേശിച്ചിട്ടുമില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഓൾറെഡി പറഞ്ഞതാണ് ആദ്യം വെടിവെച്ചത് മാവോയിസ്റ്റ് ആണ് എന്നാണ്. കാരണം ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഈ റിസോർട്ടിൻ്റെ അകത്തില്ല, ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയാത്ത കാര്യം ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച് ഞാൻ അങ്ങനെ പോലീസാണ് ആദ്യം വെടിവെച്ചത് എന്ന് ഞാൻ പറഞ്ഞതായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അനൂപ് ചേരുകയാണ് വിവരങ്ങളുമായി. അനൂപ്, മാനേജർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വയനാട് ലക്കിടിയിൽ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് പി ജലീലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിസോർട്ട് മാനേജറുടെ ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. അതായത് പോലീസാണ് മാവോയിസ്റ്റിന് നേരെ ആദ്യം വെടിവെച്ചതെന്ന് റിസോർട്ട് മാനേജർ പറഞ്ഞിരിക്കുന്നു. പോലീസ് അനൂപിലേക്ക് ഉടനെ എത്താം. മറ്റൊരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പി.ജെ. ജോസഫിന് സീറ്റിലെന്ന സൂചന. മാണി വിഭാഗത്തിൽ സ്റ്റീഫൻ ജോർജിനാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻതൂക്കം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കോട്ടയം ലോക്സഭാ സീറ്റിൽ ഏറ്റവും വിശ്വസ്തനായ സ്റ്റീഫൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനം. ഇതിനു മുന്നോടിയായി കോട്ടയം രൂപതയുടെ കീഴിലുള്ള കൈപ്പുഴ സ്കൂളിലെ അധ്യാപകനായ സ്റ്റീഫൻ ജോർജ് സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. പാർട്ടിയിൽ പി.ജെ. ജോസഫിനെ പൂർണ്ണമായും ഒതുക്കിയാണ് സ്റ്റീഫൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ജോസ് കെ മാണി തീരുമാനിച്ചത്. ഇതോടെ പാർട്ടിയുടെ ചുക്കാൻ തന്റെ കൈകളിലാണെന്ന സൂചനയും ജോസ് കെ മാണി പ്രതിയോഗികൾക്ക് നൽകി. നേരത്തെ മാണി ജോസഫ് ലയനത്തെ ശക്തമായി എതിർത്ത സ്റ്റീഫൻ ജോർജ് കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടിരുന്നു. തുടർന്ന് തിരിച്ചെത്തിയ സ്റ്റീഫൻ ജോർജിനെ പാർട്ടി ആസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയാണ് മാണി കൂടെ നിർത്തിയത്. ജോസ് കെ മാണി നയിച്ച കേരള യാത്രയുടെ മുഖ്യ സംഘാടകനും സ്റ്റീഫൻ ജോർജ് ആയിരുന്നു. ജോസഫ് വിഭാഗം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും വിശ്വസ്തനായ ആളെ വേണം സ്ഥാനാർത്ഥിയാക്കാനെന്ന കെ എം മാണിയുടെ ഉപദേശത്തെ തുടർന്നാണ് ജോസ് കെ മാണി സ്റ്റീഫൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. പാർട്ടിയിൽ രണ്ടാം സീറ്റ് വാദമുയർത്തിയ പി.ജെ. ജോസഫിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കാത്തതിനെ തുടർന്ന് പി.ജെ. ജോസഫ് ഇതിൽ നിന്നും പുറകോട്ടു പോയി. പാർട്ടിയുടെ ഏക സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന നാണംകെട്ട നിലപാടാണ് പി.ജെ. ജോസഫ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. സീറ്റ് ചർച്ചയൊക്കെ തീർന്നു. നമ്മൾ പാർട്ടി കൂടി സ്ഥാനാർത്ഥി തീരുമാനിക്കും. താല്പര്യമുണ്ട്. ഓക്കെ. ലയനത്തിനു ശേഷം തന്റെ ഒപ്പം നിൽക്കുന്നവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന പരാതി ഉയർത്തിയ ജോസഫിനെ തന്നെ അപ്രസക്തനാക്കിയാണ് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പാർട്ടിയിലെ തന്റെ പ്രമാണിത്വം വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിന്റെ ഏക സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് വീണ്ടും പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജോസഫ് പറഞ്ഞു. ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നും പി.ജെ. ജോസഫ് എം.എൽ.എ. തൊടുപുഴയിൽ പ്രതികരിച്ചു. സീറ്റ് ചർച്ചയൊക്കെ തീർന്നു. നമ്മൾ പാർട്ടി കൂടി സ്ഥാനാർത്ഥി തീരുമാനിക്കും. താല്പര്യമുണ്ട്. ഓക്കെ. കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചു. രാഷ്ട്രപതി കുമ്മനത്തിന്റെ രാജി അംഗീകരിച്ചു. കുമ്മനം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാകും. മിസോറാം ഗവർണർ പദവിയിൽ 1 വർഷം പൂർത്തിയാക്കാൻ 2 മാസം ബാക്കിയുള്ളപ്പോഴാണ് കുമ്മനം രാജശേഖരന്റെ രാജി. രാജിക്കത്ത് സ്വീകരിച്ച രാഷ്ട്രപതി ആസാം ഗവർണർ ജഗദീഷ് മുക്തിന് മിസോറാമിന്റെ താൽക്കാലിക ചുമതല നൽകി ഉത്തരവ് പുറത്തിറക്കി. അടുത്ത ദിവസം ദില്ലിയിലെത്തുന്ന കുമ്മനം കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. മുരളീധര കൃഷ്ണദാസ് പക്ഷത്തിന്റെ തമ്മിലടിയെ തുടർന്ന് ബി.ജെ.പി. സ്ഥാനാർത്ഥി നിർണയം പോലും അനിശ്ചിതത്വത്തിലായ കേരളത്തിൽ RSSന്റെ നിർബന്ധത്താലാണ് കുമ്മനം രാജശേഖരനെ മടക്കിക്കൊണ്ടുവരുന്നത്. കുമ്മനത്തിന്റെ മടങ്ങിവരവ് ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിലെ തർക്കം മൂർച്ഛിക്കാനിടയാക്കും.
മുൻ അധ്യക്ഷ നിലയിൽ ഭാരവാഹിത്വത്തിൽ കുമ്മനത്തെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും. നിലവിലെ അധ്യക്ഷനായ PS ശ്രീധരൻപിള്ളയ്ക്ക് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനാകില്ലെന്ന് RSSും BJP കേന്ദ്ര നേതൃത്വവും കരുതുന്നു. കുമ്മനം തിരിച്ചെത്തുമ്പോൾ ശബരിമല വിഷയത്തിൽ വർഗീയ ധ്രുവീകരണവും RSS ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം ഗവർണറായ കുമ്മനത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ ദേശീയതലത്തിലും പ്രതിഷേധം ശക്തമാണ്. കർണാടക ഗവർണർ വാജുഭായ് വാല, രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗ് എന്നിവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. കുമ്മനത്തിന് നൽകിയ അവസരം വേണമെന്നാണ് ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായ കല്യാൺ സിംഗിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച പരാജയം. ലീഗിന് 3ാം സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ്. തുടർ നടപടികൾ ആലോചിക്കാൻ നാളെ പാണക്കാട് ലീഗ് യോഗം ചേരും. ലീഗ് കോൺഗ്രസ് 3ാം ഘട്ട ചർച്ചയും പരാജയപ്പെട്ടു. 3ാം സീറ്റ് എന്ന ലീഗിന്റെ ആവശ്യത്തെ കോൺഗ്രസ് പാടെ തള്ളുകയായിരുന്നു. യോഗശേഷം ചെന്നിത്തലയും കോൺഗ്രസ് നേതൃത്വവും PK കുഞ്ഞാലിക്കുട്ടിയും ലീഗ് നേതാക്കളും പ്രത്യേകമായാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. മുസ്ലിം ലീഗിനോട് പറയാനുള്ളത് പറഞ്ഞു എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. നാളെ പാണക്കാട് ലീഗിന്റെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് അതിനകത്ത് അവരൊരു അന്തിമ തീരുമാനമെടുക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട്. നാളെ പാണക്കാട് ചേരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിൽ വിശദമായ ചർച്ച നടക്കുമെന്നും അതിനുശേഷം തീരുമാനം അറിയിക്കാമെന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. തങ്ങൾക്കുള്ള അസംതൃപ്തി തങ്ങൾ പറയില്ലല്ലോ എന്നും PK കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചർച്ച സന്തോഷത്തിൽ അല്ലാതെ ഞങ്ങൾ പിണങ്ങി പിരിഞ്ഞാന്ന് ഞാൻ പറയും അതല്ല. കാരണം പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്താൽ മാത്രമേ ഇത് പാർട്ടിക്ക് സ്വീകാര്യമാണോ അല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ. വർക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വിശദമായി ചർച്ച ചെയ്യുന്ന ബോഡിയാണ്. വർക്ക് കമ്മിറ്റി നാളെ അഖിലേന്ത്യാ പ്രസിഡന്റും കൂടി പങ്കെടുക്കുന്നുണ്ട്. അതേസമയം കേരള കോൺഗ്രസിന് 2 സീറ്റ് നൽകാൻ UDF തയ്യാറായാൽ ലീഗിനത് ആത്മാഭിമാന പ്രശ്നമാകും. കഴിഞ്ഞ ദിവസം ചേർന്ന യൂത്ത് ലീഗ് സംസ്ഥാന ക്യാമ്പിൽ 3ാം സീറ്റ് ആവശ്യപ്പെടണമെന്ന വാദം ശക്തമായിരുന്നു. ലീഗ് നേതാക്കളെ ഇത് കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത്. മറ്റവസരങ്ങൾ എന്ന കോൺഗ്രസ് നിലപാട് പ്രവർത്തക സമിതിയിൽ PK കുഞ്ഞാലിക്കുട്ടി അവതരിപ്പിച്ചേക്കും. ഇനിയൊരു ഉഭയകക്ഷി ചർച്ച ഇല്ലാത്ത സാഹചര്യത്തിൽ ലീഗിന് ഇത്തരം ഉപാധികളിൽ ഒതുങ്ങേണ്ടി വരുമെന്നാണ് സൂചന. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LDF സംസ്ഥാന കമ്മിറ്റി യോഗം വൈകിട്ട് 3-ന് AKG സെന്ററിൽ ചേരും. ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയം യോഗത്തിൽ പൂർത്തിയാകും. ലെസ്ലി ചേരുകയാണ് വിവരങ്ങളുമായി. ലെസ്ലി, എപ്പോഴാണ് യോഗം ആരംഭിക്കുന്നത്? പ്രിയ, യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. LDFന്റെ ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതുമായി മുന്നോടിയായുള്ള അവസാനവട്ട LDF യോഗമാണ് നടക്കുന്നത്. നാളെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതിന് മുന്നോടിയായാണ് ഇന്ന് യോഗം നടക്കുന്നത്. യോഗത്തിൽ ഓരോ കക്ഷികളുടെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള അവസാനവട്ട അഭിപ്രായം ആരാഞ്ഞ ശേഷമായിരിക്കും തീരുമാനത്തിലേക്ക് എത്തുക. നാളെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് നേരത്തെ തന്നെ CPIയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ യോഗം നടക്കുന്നത്. ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം തന്നെ യോഗത്തിൽ എത്തുകയും ചെയ്തിരുന്നു. ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ LDF യോഗം അന്തിമമായി നടക്കുന്നത്. പ്രിയ, ശരി, വിവരങ്ങളാണ് ലെസ്ലി നൽകിയത്. പ്രളയം തകർത്ത കേരളത്തിന്റെ നേർക്കാഴ്ചയുമായുള്ള ചിത്ര പ്രദർശനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. കേരള പത്രപ്രവർത്തക യൂണിയനാണ് ആലപ്പുഴ നഗരചത്വരത്തിൽ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും വിട്ടുമാറാതെ ചിത്രങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകർ. പ്രളയം തകർത്ത കേരളത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ചിത്ര പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ചിത്രമാണിത്. ഓഗസ്റ്റ് 15-ന് കുട്ടനാട്ടിൽ വ്യാപകമായിട്ട് വെള്ളം കയറിയതിനെ തുടർന്ന് കുട്ടനാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കരയിലെത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഈ ചിത്രം പകർത്തിയ മാധ്യമത്തിന്റെ ഫോട്ടോഗ്രാഫർ തമ്പി നമ്മോടൊപ്പമുണ്ട്. തമ്പി, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 3 മാസങ്ങൾക്ക് ശേഷം കുട്ടനാട് പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോഴെങ്ങനെയാണ് ഈ പടവും അന്നത്തെ ഒരു അവസ്ഥയെ കുറിച്ച് ഓർക്കുന്നത്? അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി കുട്ടനാടും ആലപ്പുഴ ടൗണും എല്ലാം വെള്ളത്തിനടിയിലാവുന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ആരും അറിയിക്കാതെ തന്നെ ഇതിൻ്റെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചിത്രമാണ് ഇത്. അതെന്ന് വെച്ചാൽ ആരും പറഞ്ഞിട്ടില്ല. ഫുഡ് പോലും ഇല്ലാതെ ആളുകൾ പെരും മഴയത്ത് കുട്ടനാട് പുളിങ്കുന്ന് ഭാഗങ്ങളിലേക്ക് വലിയ ജങ്കാറിൽ കയറി പോകുന്നതിൻ്റെ ചിത്രമാണ്. അന്ന് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. എന്താ വെച്ചാൽ അന്നൊരു സാഹചര്യത്തിൽ ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എന്നുള്ളതാണ്. ആരും പറയാതെ തന്നെ ആളുകൾ ഭയങ്കര കൂട്ടമായിട്ട് വന്ന് ഇതിൻ്റെ റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതാണ്.
ഇപ്പോഴേ ഈ 3 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും കുട്ടനാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ തിരിച്ചു വരുമെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഓഫീസിൽ തന്നെ വെള്ളം കയറി കടലുമായിട്ട് ഈ വെള്ളം ഇങ്ങനെ വന്ന് ടച്ചായി കഴിഞ്ഞാൽ ശരിക്കും ആലപ്പുഴ നഗരം ഉണ്ടാവില്ല എന്ന് തോന്നിയ ദിവസങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ഓഫീസിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് ദിവസങ്ങളിലേക്കുള്ള ഫുഡ് വാങ്ങി 3ാമത്തെ നിലയിൽ കയറിയിരിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ ഉറപ്പായിരുന്നു കടലുമായിട്ട് ഇത് ടച്ചായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആലപ്പുഴ നഗരം ഉണ്ടാവില്ലായിരുന്നു. അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു. അതിനുശേഷമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ കുട്ടനാട്ടിൽ ഇപ്പോൾ കൃഷി അടക്കമുള്ള കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയിരിക്കുന്നു. പൂർണ്ണമായിട്ടും തകർന്നു പോയ ഒരു മേഖലയായിരുന്നു കുട്ടനാട്. ഇപ്പോൾ അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ കുട്ടനാടൻ മേഖലയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ കാണുന്നു? അത് വളരെ നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം നല്ല വിളവുണ്ടായി. വളരെ നന്നായിട്ട് ആളുകൾക്കും കർഷകർക്കും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വളരെ ശക്തമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നിന്ന ഒരു യഥാർത്ഥമായ ഒരു ചിത്രമാണത്. ഗവൺമെൻറ് വളരെ നന്നായിട്ട് ഇടപെട്ട് കർഷകർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് ശരിക്കും രണ്ടാമത്തെ ഒരു പുനർജന്മം പോലെയാണ് കുട്ടനാട്ടിലെ കർഷകർക്കൊക്കെ ഉണ്ടായിട്ടിരിക്കുന്നതെന്നാണ് ഇപ്പം എനിക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും 3 മാസം മുൻപുണ്ടായ കേരളത്തിന്റെ ഒരു നേർചിത്രം തന്നെയാണിത്. പക്ഷേ ഈ 3 മാസങ്ങൾക്ക് ശേഷം എത്രത്തോളം കേരളം മാറി എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. അയോധ്യ ഭൂമി തർക്ക കേസ് പരിഹരിക്കാൻ മധ്യസ്ഥ ചർച്ച നടത്താൻ സുപ്രീംകോടതി ഉത്തരവ്. ഇതിനായി സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിലുള്ള 3-അംഗ സമിതിയെ നിയോഗിച്ചു. മുൻ സുപ്രീംകോടതി ജസ്റ്റിസ് ഇബ്രാഹിം ഖലീഫുള്ളയുടെ നേതൃത്വത്തിലുള്ള സമിതിയിൽ ശ്രീ രവിശങ്കർ, മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചു എന്നിവരാണ് മറ്റംഗങ്ങൾ. ചർച്ചകൾ അതീവ രഹസ്യമായിരിക്കണമെന്നും 8 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. 1.5 നൂറ്റാണ്ട് കാലമായി നീറിപ്പുകയുന്ന അയോധ്യ ഭൂമി തർക്ക കേസ് പരിഹരിക്കാൻ ഇതാദ്യമായാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നത്. പരസ്പര ചർച്ചകളിലൂടെ തർക്കത്തിന് എന്നേക്കുമായി പരിഹാരം ഉണ്ടാകുമെന്നാണ് കോടതിയുടെ പ്രതീക്ഷ. മധ്യസ്ഥ ചർച്ചകളെ എതിർത്ത ഹിന്ദു മഹാസഭയുടെയും രാംലല്ലയുടെയും ഉത്തർപ്രദേശ് സർക്കാരിന്റെയും നിലപാടുകളെ തള്ളിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് FM ഇബ്രാഹിം ഖലീഫുള്ളയായിരിക്കും സംഘത്തെ നയിക്കുക. ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകൻ ശ്രീ രവിശങ്കറും മുതിർന്ന അഭിഭാഷകനായ ശ്രീറാം പഞ്ചുവും സംഘത്തിലുണ്ടാകും. അയോധ്യ കേസ് മധ്യസ്ഥ ചർച്ചകൾക്ക് വിടുന്നതിൽ നിയമപരമായ പ്രശ്നങ്ങളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. സമിതിക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. നിയമപരമായ കാര്യങ്ങൾക്ക് അഭിഭാഷകരുടെ സഹായവും തേടാം. ഒരാഴ്ചക്കകം സമിതി ചർച്ചയ്ക്കുള്ള നടപടികൾ ആരംഭിക്കണം. 4 ആഴ്ചക്കകം പുരോഗതി റിപ്പോർട്ട് കോടതി സമർപ്പിക്കണം. 8 ആഴ്ചയാണ് ചർച്ചകൾക്കായി സമയം അനുവദിച്ചിരിക്കുന്നത്. ചർച്ചകളിലെ വിവരങ്ങൾ രഹസ്യമായി വെക്കണം. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ വെച്ചാണ് മധ്യസ്ഥ ചർച്ചകൾ നടക്കുക. ഇതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ശാശ്വത പരിഹാരമാണ് ലക്ഷ്യമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അയോധ്യ വിഷയത്തിൽ എങ്ങനെ മുറുണക്കാമെന്നാണ് സുപ്രീം കോടതി നോക്കുന്നത്. വാദത്തിനിടെ സുപ്രീം കോടതി അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അയോധ്യ കേസിൽ ആദ്യമായാണ് സുപ്രീം കോടതി മധ്യസ്ഥ ചർച്ചകൾക്ക് ഉത്തരവിടുന്നതും. 2019 ഇലക്ഷനെ മധ്യസ്ഥ ചർച്ചകൾ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്നു കാണാം. സുപ്രീം കോടതിയിൽ നിന്ന് ക്യാമറമാൻ അതുലിനോടൊപ്പം ഹരീഷ് ശനങ്ങാട്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുൻ ഇമാം ഷഫീഖ് അൽ ഖാസ്മി കുറ്റം സമ്മതിച്ചു. പെൺകുട്ടിയുടെ കുടുംബവുമായി ഉണ്ടായിരുന്ന ബന്ധം മറയാക്കിയായിരുന്നു പീഡനമെന്നും 1 മാസത്തോളം ദക്ഷിണേന്ത്യയിലെ വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മഥുരയിൽ നിന്ന് പിടികൂടിയ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 1 മാസത്തിനിടയിൽ ഇമാം വേഷം മാറി സഞ്ചരിച്ചത് 16 ഇടങ്ങളിൽ. പക്ഷേ ഫലം കണ്ടില്ല. ഒടുവിൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. സംഭവം നടന്ന ദിവസം സ്കൂളിൽ നിന്ന് വരുന്ന വഴി വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ കാറിൽ വനത്തിനുള്ളിലെത്തിച്ച പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിനോട് സമ്മതിച്ചു. കുടുംബവുമായി അടുത്ത പരിചയമുണ്ടായിരുന്നതിനാൽ പെൺകുട്ടിക്ക് സംശയം തോന്നിയില്ലെന്നും ഷഫീഖ് അൽ ഖാസ്മി പോലീസിനോട് പറഞ്ഞു. വിശാഖപട്ടണം, കോയമ്പത്തൂർ, ഊട്ടി, മധുര എന്നിവിടങ്ങളിൽ ഇയാൾ മാറി മാറി ഒളിവിൽ താമസിച്ചു. സംഭവത്തിന് ശേഷം എറണാകുളത്തേക്ക് പോയ ഇമാം വേഷം മാറി റെന്റേ കാറിലാണ് സംസ്ഥാനം വിട്ടത്. ഇന്നലെ ഞങ്ങൾക്ക് ഏകദേശം വെളുപ്പിനെ ഒരു മധുരയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ലോഡ്ജിൽ ഉണ്ട് എന്ന് വരും കുട്ടിയും ഈ കാർ നമ്പർ ഞങ്ങൾക്ക് മുമ്പേ കിട്ടിയിരുന്നു. ആ കാർ നമ്പറും ഈ ലോഡ്ജിന് മുമ്പിൽ കിടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് വെളുപ്പിനെ തന്നെ മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണ സംഘം അവിടെ എത്തിയിട്ട് ഇയാളെ പ്രതിയിൽ കസ്റ്റഡിയിലെടുക്കാൻ ഇന്നലെ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഷഫീഖ് അൽ ഖാസിമിയെ നെടുമങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. കേസിന്റെ തുടക്കത്തിൽ ഇമാമിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സഹായം ലഭിച്ചുവെന്നും പിന്നീട് കേസിന്റെ ഗൌരവം മനസ്സിലാക്കിയതോടെ സഹായം നൽകുന്നത് രാഷ്ട്രീയ പാർട്ടി അവസാനിപ്പിച്ചുവെന്നും പോലീസ് അറിയിച്ചു. SDPI ഇമാമിനെ സഹായിച്ചുവെന്ന നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. പാർട്ടിയുടെ സഹായം ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷേ സീരിയസ്നെസ് മനസ്സിലാക്കിയതോടുകൂടി അവർ പിന്മാറുകയാണ് ചെയ്തത്. ആദ്യം ഈ പറഞ്ഞ കണക്കൊരു ഇമാമായിരുന്നു എന്നുള്ള ഒരു സപ്പോർട്ടാണ് ആ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടത്, രാഷ്ട്രീയ പാർട്ടി കണ്ടത്. പക്ഷെ അത് അവസാനം ഒരു ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിയതോടുകൂടി അവർ പിന്മാറുകയാണ് ചെയ്തത്. ഇമാം ഉൾപ്പെടെ 5 പേരെ പോലീസ് കേസിൽ പ്രതി ചേർത്തു. ഇമാമിനൊപ്പമുണ്ടായിരുന്ന ഡ്രൈവർ ഫാസിലും മധുരയിൽ വെച്ച് പിടിയിലായിട്ടുണ്ട്.
തിങ്കളാഴ്ച കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പിന് പ്രതികളെ കൊണ്ടുപോവുക. വളരെയധികം പഴികേട്ടെങ്കിലും കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് ഇമാമിനെ അന്വേഷണ സംഘം പിടികൂടിയത്. ഇനി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. തുടർന്ന് തെളിവെടുപ്പ് നടത്തും. ക്യാമറാവുമൺ ഷാജിലയ്ക്കൊപ്പം റിനു ശ്രീധർ. കാസർഗോഡ് പെരിയയിൽ വീണ്ടും തീവയ്പ്. സിപിഐഎം പ്രവർത്തകന്റെ കരിങ്കൽ ക്വാറിയിൽ ഉപയോഗിക്കുന്ന ട്രാക്ടറും കംപ്രസറും തീവെച്ച് നശിപ്പിച്ചു. പെരിയയിൽ കോൺഗ്രസുകാർ തുടരുന്ന അത്ര മക്കളുടെ തുടർച്ചയാണ് കരിങ്കൽ ക്വാറിയിലെ തീവെപ്പെന്ന് സിപിഐഎം ആരോപിച്ചു. പെരിയയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ തീക്കളി അവസാനിക്കുന്നില്ല. ഇന്നലെ രാത്രി സിപിഐഎം പ്രവർത്തകൻ ശാസ്താ ഗംഗാധരന്റെ ആയമ്പാറയിലെ ക്വാറിയിൽ ഉപയോഗിക്കുന്ന കംപ്രസറും ട്രാക്ടറും തീയിട്ടു നശിപ്പിച്ചു. ട്രാക്ടർ കത്തുന്നത് കണ്ട് അയൽക്കാരാണ് ഓടിയെത്തി വെള്ളമൊഴിച്ച് തീയണച്ചത്. ട്രാക്ടർ ഭാഗികമായി, കംപ്രസർ പൂർണ്ണമായും കത്തി നശിച്ചു. സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് തീ പടരുന്നത് തടയാനായതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. ഞങ്ങൾ ഇവിടെ തീ ഒന്നാക്കത്തുനിന്ന് ഞങ്ങൾ കുറെ ആൾക്കാർ കൂടി തോട്ടത്തിൽ നിന്ന് വെള്ളം കൊണ്ടു, ഈ കോറിന്ന് വെള്ളം എടുത്തു, എല്ലാം കൊണ്ടു ഒഴിച്ചിട്ട് ലാസ്റ്റ് പോലീസിനെ വരെ അറിയിച്ചു. പെരിയയിലും പിന്നെ മറ്റേ കല്ലോട്ടിന്റെ ആ സംഭവം ആയിരിക്കും ഇത് ഈ ഭാഗമായിട്ട് ഇവിടെ നടന്നത്. പെരിയ കൊലപാതകത്തെ തുടർന്ന് ശാസ്താ ഗംഗാധരന്റെ വീട് തീയിട്ട് നശിപ്പിച്ചിരുന്നു. വീട്ടുപകരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഇവിടെ നിന്നും കൊള്ളയടിച്ചു. ഗംഗാധരന്റെ ഫർണിച്ചർ കടയും അഗ്നിക്കിരയാക്കി. ഇതിനു പിന്നാലെയാണ് വീണ്ടും തീവയ്പ്. ഗംഗാധരനും കുടുംബാംഗങ്ങൾക്കും സ്വന്തം വീട്ടിലേക്ക് ഇനിയും മടങ്ങി വരാനായിട്ടില്ല. മറ്റു സിപിഎം പ്രവർത്തകരുടെ വീടുകളും സ്ഥാപനങ്ങളും വാഹനങ്ങളും തീയിട്ടിരുന്നു. കല്യോട്ട് ഒരു സംഘം കോൺഗ്രസ് അക്രമികൾ ഇപ്പോഴും കൊലവിളി തുടരുകയാണ്. കേസിൽ പ്രതികളായ അക്രമികൾ പോലും സ്വൈരവിഹാരം നടത്തുന്ന സ്ഥിതിയുണ്ട്. ഗംഗാധരന്റെ കോറിയിൽ നടന്ന തീവയ്പിന് പിന്നിൽ കോൺഗ്രസുകാരാണെന്ന് സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ രംഗങ്ങളിൽ സമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വനിതകൾക്ക് ഈസ്റ്റേണിന്റെ ആദരം. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കറി പൌഡർ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ ഈസ്റ്റേൺ കോണ്ടിമെന്റ്സ് തെരഞ്ഞെടുക്കപ്പെട്ട 15 വനിതകളെ ആദരിച്ചത്. ഈസ്റ്റേൺ ഭൂമിക ഐക്കണിക് വിമൻ ഓഫ് യുവർ ലൈഫ് എന്ന പേരിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് കളക്ടർ പ്രാഞ്ചൽ പാട്ടീൽ വിജയികൾക്ക് പ്രശസ്തി പത്രം നൽകി. മുഖ്യധാരയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവരും എന്നാൽ സമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകിയവരുമായ 15 വനിതകളെ കണ്ടെത്തിയാണ് ഈസ്റ്റേൺ ആദരിച്ചത്. കേരളത്തിന് പുറമെ കർണാടക, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിലും ഒരേ സമയം വനിതകളെ ആദരിച്ചു. ഇപ്പോൾ സുധാകർ റെഡ്ഡി സംസാരിക്കുകയാണ്. അതിലേക്ക് partial arrangement in Punjab with BSP party and splinter of AAP party, splinter group of AAP party. In Andhra, in assembly and parliament elections both, CPI, CPM will go along with Pawan Kalyan, Janasena party. In all the other constituencies, left will contest. CPI will be part of the left understanding. So, as still in number of states, because in Bihar, RJD Mahagathbandhan is there, in which CPI is a part, but discussions are not yet finalized. In some other states also the things are not clear. We will wait for some more time. Right now, first round, we endorsed the names of 15 candidates in different constituencies, in different states. Candidates cleared are Ramu Ram Maurya in Bastar South in Chhattisgarh, Parvesh Chandal in Hamirpur in Himachal Pradesh, Devraj Katwa in Jammu Kashmir, N. Shivanna, Tumkuru in Karnataka, Chitiyam Gopakumar, Maulelikara. He is a member of Legislative Assembly of Kerala now. C. Divakaran, MLA from Thiruvananthapuram Parliament constituency. Rajaji Matthew Thomas from Thrissur. P.P. Suleer, Wayanad,
All these 4 are from Kerala. Rajan Shirsagar from Parbani in Maharashtra. Bansi Satpute from Sirdhi in Maharashtra. Dr. Nara Singh from Inner Manipur constituency. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു സുധാകർ റെഡ്ഡി. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ക്യൂബിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവരുടെ ഏറ്റവും പുതിയ ഫാഷൻ പാദരക്ഷകളുടെ വിപുലമായ ശ്രേണിയുമായി പച്ചപ്പൈ ഡിസൈനർ ഫുട്വെയർ ബ്രാൻഡ് കോഴിക്കോട് കടവ് റിസോർട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലോഞ്ച് ചെയ്തു. പ്രശസ്ത സിനിമാ താരം രാജീവ് പിള്ള പച്ചപ്പൈ പാദരക്ഷകൾ അവതരിപ്പിച്ചു. യുവതലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉന്നത നിലവാരത്തിലുള്ള സ്പോർട്സ് ഷൂസുകൾ, ഫോർമൽ ഷൂസുകൾ, ജെന്റ്സ് ലേഡീസ് ഫാഷൻ ചെരുപ്പുകൾ എന്നിവ പച്ചപ്പൈ ബ്രാൻഡിനു കീഴിൽ ലഭ്യമാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ സലീം മുണ്ടോളി അറിയിച്ചു. ഇതോടൊപ്പം പച്ചപ്പൈ സ്റ്റോർ എന്ന പേരിൽ ബ്രാൻഡഡ് ഫുഡ്വെയർ ഔട്ട്ലെറ്റുകൾ ഉടൻ തന്നെ കേരളത്തിലുടനീളം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ക്യൂബിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഫൈസൽ റഹ്മാൻ, ഡയറക്ടർ ഫവാസ്, KP കോയ, കുഞ്ഞാലിക്കുട്ടി എന്നിവരും പങ്കെടുത്തു.